PSC കോഴ വിവാദത്തിൽ CPIM സംസ്ഥാന സമിതിക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന് MV ഗോവിന്ദൻ. പേര് വയ്ക്കാതെ ഒരു കടലാസിൽ ആര് പരാതി തന്നാലും പാർട്ടി അന്വേഷിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പരിശോധിച്ച് ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയില്ല. ഒരു പരാതി ഇതുവരെ സംസ്ഥാന കമ്മിറ്റിക്ക് ഇത്തരത്തിലൊരു കോഴ വിവാദ സമിതി പരാതി കിട്ടിയില്ല. പരാതി വന്നാൽ പാർട്ടിയുടെ രീതിയിൽ പരിശോധിച്ച് അതിലെന്തെങ്കിലും തെറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും പഴമ്പും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനാവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. ഞങ്ങളുടെ മുമ്പിൽ SNDP യോഗത്തിനെതിരെ വിമർശനവുമായി MV ഗോവിന്ദൻ. ഹിന്ദു വർഗീയതയിലേക്ക് SNDP കൊഴിഞ്ഞു പോകുന്നുവെന്ന് വിമർശനം. മുതലാളിത്ത സമൂഹത്തിന്റെ ജീർണത CPIMലേക്ക് അരിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. സന്ദർഭമനുസരിച്ച് ശുദ്ധികലശം നടത്തണമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് ചേരുന്നത്. ഇർഫാൻ, ഈ PSC കോഴ കഴിഞ്ഞ ദിവസം വളരെയധികം ചർച്ചയായിരുന്നു, സഭയിലും ചർച്ചയാണ്. ഇപ്പോഴും ആ ഒരു വിവാദം തുടരുകയാണ്. അതിലാണിപ്പോൾ പരാതി ലഭിച്ചിട്ടില്ല എന്ന് MV ഗോവിന്ദൻ പറയുന്നത്. നേരത്തെ പറഞ്ഞത് പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നാണ് മുൻപ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സഭയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പരാതി പാടെ തള്ളുകയാണല്ലോ MV ഗോവിന്ദൻ. തീർച്ചയായിട്ടും പരാതി ലഭിച്ചാൽ അത് പരിശോധിക്കും എന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെയും അത്തരത്തിലൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് അത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല. മന്ത്രി മുഹമ്മദ് റിയാസ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗമാണ്. അത്തരത്തിലൊരു പരാതി നൽകേണ്ട ആളല്ല മുഹമ്മദ് റിയാസ്. അതുകൊണ്ട് തന്നെ റിയാസിന് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത് സെക്രട്ടറിയിൽ തന്നെ അവതരിപ്പിക്കും. അതല്ലാതെ ഒരു പരാതി എഴുതി നൽകുന്ന ഒരു രീതിയൊന്നും CPM-ലില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായ വിഷയമാണ്. ഈ വിഷയത്തിൽ പരാതി ലഭിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി ലഭിച്ചാൽ അതിനിപ്പോൾ പേര് വെക്കാതെ ആണെങ്കിൽ കൂടിയും അത് പാർട്ടി പൂർണ്ണമായും പരിശോധിക്കും, ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇന്നും അത് തന്നെയാണ് നിലപാട്, ഇനി നാളെയും അത് തന്നെയായിരിക്കും നിലപാടും എന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നു. ജില്ലാ കമ്മിറ്റിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള വിഷയം ജില്ലാ കമ്മിറ്റിയോടാണ് ചോദിക്കേണ്ടത്. എനിക്ക് അത് സംബന്ധിച്ച് അറിവില്ല എന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. അതേസമയം ഇതേ വിഷയത്തെക്കുറിച്ചും പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P മോഹനൻ മാസ്റ്ററോട് ചോദ്യങ്ങൾ ആരാഞ്ഞിരുന്നു. അപ്പോൾ മോഹനൻ മാസ്റ്റർ പറഞ്ഞ വിഷയം പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പാർട്ടി പരാതി പൂർണ്ണമായും തള്ളുന്നുണ്ട്. പരാതി ഇതുവരെ ലഭിച്ചതായി പാർട്ടിയുടെ ഒരു ഘടകത്തിലുള്ള ഒരാളും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇർഫാൻ, മറ്റൊരു കാര്യം MV ഗോവിന്ദൻ സൂചിപ്പിച്ചത് SNDP യോഗത്തിനെതിരെ വലിയ തരത്തിലുള്ള ഒരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതുപോലെ ഹിന്ദു വർഗീയതയിലേക്ക് SNDP കൊഴിഞ്ഞു പോകുന്നുവെന്നും വിമർശിച്ചു. പാർട്ടിയിൽ ഒരു ശുദ്ധി കലശത്തിന്റെ ആവശ്യമുണ്ടെന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. ഇത് ശരിക്കും ആരെ ഉന്നം വെച്ചാണ് MV ഗോവിന്ദൻ പറയുന്നത്? എന്താണ് വിവരം? പാർട്ടിയിൽ പൊതു ശുദ്ധികലശം ആവശ്യമാണ് എന്ന നിലയിലാണ് KSKTയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെച്ചത്. അതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ ഈ വാക്കുകൾ. SNDP യോഗത്തും എന്ന് പറയുന്നത് ഹിന്ദുത്വയിലേക്കും അല്ലെങ്കിൽ വർഗീയതയിലേക്ക് കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം SNDP യോഗത്തിൽ ഉൾപ്പെടെ ഉണ്ട്. ആ പ്രവണത തെറ്റാണ്, അത് ശരിയല്ല, അത് തിരുത്തണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു. അതിനെ ജനങ്ങളെ അണിനിരത്തി ഇത്തരത്തിൽ വർഗീയതയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് ജനങ്ങളെ അണിനിരത്തി തന്നെ പ്രതിരോധിക്കും. വിശ്വാസ സമൂഹത്തെ അണിനിരത്തി തന്നെയാണ് വർഗീയതയെ പ്രതിരോധിക്കാൻ CPM ഉദ്ദേശിക്കുന്നതും എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ഈ പ്രസംഗത്തിൽ പറഞ്ഞു. ശരി ഇർഫാൻ, PSC കോഴ വിവാദത്തിൽ യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് MV ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. പേര് വയ്ക്കാതെ ഒരു കടലാസിൽ ആര് പരാതി തന്നാലും പാർട്ടി അന്വേഷിക്കുമെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ SNDP യോഗത്തിനെതിരെയും വിമർശനമുണ്ട്. ഹിന്ദു വർഗീയതയിലേക്ക് SNDP കൊഴിഞ്ഞു പോകുന്നുവെന്നാണ് വിമർശനം. പാർട്ടിയിൽ ശുദ്ധികലശം നടത്തണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആ വിവരങ്ങളാണ് ഇർഫാൻ ഇബ്രാഹിം സേട്ട് നൽകിയത്.